മകളെ, ജെറുസലേം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. അപ്പം ഒന്നായിരിക്കുന്നത് പോലെ പ്രയർ ലൈനിൽ സംബന്ധിക്കുന്ന നമ്മളെവരും ഒറ്റക്കെട്ടാണ്. ഈ ദിവസങ്ങളിൽ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ, തിരുഹൃദയത്തിൻ്റെ തിരുനാൾ, വിമല ഹൃദയത്തിൻ്റെ തിരുനാൾ, അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം മഴ പോലെ പെയ്തിറങ്ങുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ അനുയാത്ര ചെയ്യുന്നത്. ജീവിതത്തിൽ ഒറ്റ ദിവസം പോലും കുർബാന മുടങ്ങാത്തവർ ഇതിനകത്തുണ്ടാകും. അവരൊക്കെ സ്വർഗം എന്തൊരു വിലയാണ് കൽപ്പിക്കുന്നതെന്നറിയാമോ? ഇതാ വചനം തരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 54-ാം വാക്യം. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അപ്പോൾ നിത്യജീവൻ സ്വന്തമാക്കാൻ എന്ത് ചെയ്യണം? യേശുവിൻ്റെ ശരീരവും ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും വേണം. എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയിൽ നമ്മൾ സംബന്ധിച്ചാൽ നിത്യജീവിതം കർത്താവ് നമുക്ക് സമ്മാനിച്ചു തരികയാണ്. വിശുദ്ധ മദർ തെരേസ പറയുന്നു, നമ്മെ ധനികരാക്കാൻ ദൈവം ദിവ്യകാരുണ്യത്താൽ സ്വയം ദരിദ്രനായി അനുഗ്രഹങ്ങളുടെ പെരുമഴയാൽ അവിടുന്ന് നമ്മെ മഹത്വമണിയിച്ചു. ഇത് മനോഹരമാണ് വിശുദ്ധാത്മാക്കളുടെ അവരുടെ വാക്കുകളൊക്കെ അല്ലേ? നമ്മൾ ചിന്തിക്കുകയാണ്, വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്താണ്? അക്കമിട്ട് അച്ഛൻ പറയാണ് കേട്ടോ. ഒന്ന്, വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ ആത്മീയമായ ജീവൻ ലഭിക്കുന്നു. മരണഭയം, രോഗഭയം, പഠനഭയം, ജോലി ഭയം, ഇതിലൊക്കെ ഉള്ളവരോട് കർത്താവ് പറയാണ് ആത്മീയ ജീവൻ ലഭിക്കുന്നു. 2, ലോകത്തോടുള്ള വിശപ്പ് തീർക്കുന്നു. 3, നിത്യജീവൻ ലഭിക്കുന്നു. 4, യേശുവിൻ്റെ ശരീരവും രക്തവും നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി തീരുന്നു. ദൈവമേ. 5, ദുർബലപ്പെട്ടുപോയ സ്നേഹം, പരസ്നേഹം നവീകരിക്കപ്പെടുന്നു. കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, മക്കളും മരുമക്കൾ തമ്മിൽ, പേരക്കുട്ടികൾ തമ്മിൽ സ്നേഹം ഒപ്പം പരസ്നേഹം നവീകരിക്കപ്പെടുന്നു. പോരാ, ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. 6, പാപത്തെയും ദുശ്ശീലങ്ങളെയും ചെറുത്തു നിൽക്കാനുള്ള ശക്തി കിട്ടുന്നു. 7, തലമുറകളിലൂടെ കടന്നു വന്ന പാപം, ശാപം, രോഗം വിമോചിക്കപ്പെടുന്നു. എത്ര വലിയ അനുഗ്രഹങ്ങളുടെ സമ്പത്താണ് ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും കുർബാന സ്വീകരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇതാരും നഷ്ടപ്പെടുത്തി കളയരുതേ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതാ ഈശോ നമ്മെ അനുഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.